So the next topic is specific energy curve. So specific energy that is a total energy per unit weight of water provided we are taking the channel bottom as the datum line. So capital E becomes y plus v square by 2g. That is our specific energy equation. Okay, but specific energy curve it is a curve showing graphically the variation of specific energy with respect to depth of flow for a given channel section and discharge is known as specific energy curve. So depth of flow base ചെയ്ത് specific energy വരുന്ന variations plot ചെയ്യുന്ന ഒരു graph ആണ് specific energy curve എന്ന് പറയുന്നത്. So x axis specific energy and y axis depth of flow. അപ്പോൾ അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫാണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. സോ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q is equal to A into B. നമുക്ക് V നെ Q by A എന്ന് എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ E നെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്താലോ ഡിസ്ചാർജിന്റെ ഓൺ ദി ബേസ് ഓഫ് ഡിസ്ചാർജ്. ദാറ്റ് ഈസ് ഈ ക്യാപിറ്റൽ E become y plus v square by 2g ആണ്. അതിൽ V നെ നമ്മൾ Q by A എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ we will get E is equal to y plus q square by 2g a square. അപ്പോൾ നമ്മൾ സ്പെസിഫിക് എനർജി കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഫോർ എ ഗിവൺ ചാനൽ സെക്ഷൻ ആൻഡ് ഡിസ്ചാർജ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ ഉള്ളി. ഓക്കെ, അപ്പോൾ ഒരു ഗിവൺ ചാനൽ സെക്ഷനും അതിൻ്റെ ഡിസ്ചാർജും പറയുമ്പോൾ ക്യാപിറ്റൽ ഇ വേരീസ് ഉള്ളി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ ഉള്ളി. ഓക്കെ, സോ അത് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ക്യാപിറ്റൽ ഇ ഈക്വൽസ് y plus q square by 2g a square and for a given channel section and discharge is a function of depth of flow only. So specific energy കർവ് എന്ന് പറഞ്ഞാൽ x axis specific energy and y axis depth of flow. So this is our specific energy curve. Okay, ഈ കാണിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്. This is a potential energy head and the potential energy is varying like this. As the depth of the flow increases, the potential energy also increases. അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. And this is the kinetic energy head. Okay, kinetic energy head എന്ന ഒരു പരാബോളയാണ്. ഓക്കെ, ഒരു പരാബോളിക് വേരിയേഷൻ ആണ് kinetic energy head എന്ന് പറയുന്നത്. E എന്ന് പറഞ്ഞാൽ എന്താണ്? y plus v square by 2g എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹെഡ് പ്ലസ് കൈനറ്റിക് എനർജി ഹെഡ്. അപ്പോൾ സ്പെസിഫിക് എനർജി കർവ് എങ്ങനെ കിട്ടും? വി വിൽ ഗെറ്റ് ദ സ്പെസിഫിക് എനർജി കർവ് ബൈ ആഡിങ് ദിസ് കൈനറ്റിക് എനർജി ഹെഡ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഹെഡ്. അപ്പോൾ നമ്മുടെ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ വേരിയേഷൻ ഓഫ് ദി സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്പെസിഫിക് എനർജി കർവ് ഫോർ എ ഗിവൺ ചാനൽ സെക്ഷൻ ആൻഡ് ഡിസ്ചാർജ്. ഓക്കെ, so potential energy head ന്റെ variation എന്ന് പറഞ്ഞാൽ it is linear and is 45 degree to the horizontal. Okay, and kinetic energy head ന്റെ variation എന്ന് പറഞ്ഞാൽ ഒരു parabolic variation ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെ സമ്മേഷൻ ആയിരിക്കും ഇത് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. കാരണം സ്പെസിഫിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? E equals y plus v square by 2g. ഓക്കെ, y എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് v square by 2g എന്ന് പറഞ്ഞാൽ kinetic energy head. ഓക്കെ, അതിന്റെ രണ്ട് സമ്മേഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ സ്പെസിഫിക് എനർജി കർവിന്റെ വേരിയേഷൻ ഇങ്ങനെ ഒരു ട്രെൻഡ് കിട്ടുന്നത്. ഓക്കെ, now this is the most important point. നമ്മൾ മൂന്ന് മാർക്കിങ്സ് ആണ്, 1 and C 2. ഓക്കെ, സോ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? സ്പെസിഫിക് എനർജി ഏറ്റവും മിനിമം ആയിട്ടുള്ള പോയിന്റ് ആണ് സി എന്ന് പറയുന്നത് അല്ലേ? ഈ ഗ്രാഫിന്റെ വേരിയേഷൻ ഇങ്ങനെയാണ്. സ്പെസിഫിക് എനർജി എക്സ് ആക്സിലാണ്, അതുകൊണ്ട് തന്നെ സി ആണ് എന്ത് ഏറ്റവും മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഓർ മിനിമം സ്പെസിഫിക് എനർജി പോയിന്റ് എന്ന് പറഞ്ഞാൽ സി ആണ്. ഓക്കെ, അപ്പോൾ അത് എക്സ് ആക്സിസിലുള്ള അതിന്റെ പോയിന്റ് ആയിരിക്കും എന്ത്? സ്പെസിഫിക് എനർജി മിനിമം. ആൻഡ് വൈ ആക്സിസിലെ പോയിന്റ് ആണ് എന്ത്? is yc, or we can say that yc is the depth at which the specific energy is minimum. Okay, അപ്പം minimum specific energy വരുന്ന ആ പോയിന്റ് ആണ്. x ആക്സിസിൽ specific energy E min and y ആക്സിസിൽ yc, and this yc എന്ന് പറയുന്നത് it is known as the critical depth of flow. Okay, it is known as yc can be regarded as the critical depth of flow. So critical depth of flow definition എന്താണ്? is the depth at which the specific energy is minimum. Okay, അപ്പോൾ സ്പെസിഫിക് എനർജി മിനിമം വരുന്ന ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. സോ നമ്മൾ മോഡ്യൂൾ 1 ഫ്രൂട്ട് നമ്പർ പഠിച്ചപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോയിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു. ക്രിട്ടിക്കൽ ഫ്ലോ, സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. സോ ഇതിന്റെ ക്രിട്ടിക്കൽ ഫ്ലോയിന്റെ വേറൊരു ഡെഫിനിഷൻ ആണ് എന്ത്? സോ ഓൾസോ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ദിസ് എ പോയിന്റ് അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം. അങ്ങനെയുള്ള ഫ്ലോയിനാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫർദർ നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോ കാണുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. YC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് കണ്ടു. ദെൻ ദിസ് ഈസ് y1 ആൻഡ് ദിസ് ഈസ് y2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റ് എടുത്ത് നമ്മൾ ദിസ് ഈസ് y1 ആൻഡ് ദിസ് ഈസ് y2. ഈ രണ്ട് y1 ആൻഡ് y2 ആ ഡെപ്തിനെ പറയുന്നത് ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്നാണ്. ഓക്കെ, അത് പറയാൻ കാര്യം
ക്രിട്ടിക്കൽ ഫ്ലോയിന് ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഫ്ലോ, അത് നമ്മൾ y2 ആണ്. y1 എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ലോവർ ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, so y1 can be regarded as a low stage depth and y2 can be regarded as high stage depth. അപ്പോൾ y1 and y2 are known as alternate depth എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ when the critical depth of flow is that when the depth is less than the critical depth of flow, then we can say that the flow is subcritical, and the depth is greater than critical depth of flow, then that kind of flow is known as supercritical flow. Okay, അപ്പോൾ supercritical, subcritical. Okay, അപ്പോൾ അത് നമ്മൾ ഫർദർ നമ്മളത് കാണുന്നുണ്ട്, ക്രിട്ടിക്കലും സൂപ്പർ ക്രിട്ടിക്കലിൻ്റെ ഒക്കെ ഇത് കാണുന്നുണ്ട്. ഓക്കെ, so yc is the critical depth of flow, y1 is the low stage depth, that is the depth less than critical depth of flow, and y2 is the high stage depth, that is the depth greater than critical depth of flow. സോ അതിനെ റിഗാർഡ് നമുക്ക് അതിനെ അത് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? സബ് ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഫ്ലോ. ഓക്കെ, സോ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഇൻഫർമേഷൻ ഇതിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സ്പെസിഫിക് എനർജി കർവ്. ഓക്കെ.